ഹലോ ഹായ്, ഇന്നൊരു ചിക്കൻ്റെ മീറ്റ് ബോൾസ് വെച്ചിട്ടുള്ളൊരു മസാലക്കറിയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ രണ്ടുമൂന്ന് എഗ്ഗൊക്കെ പുഴുങ്ങിയിട്ടിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ചപ്പാത്തിയുടെയും വൈറ്റ് റൈസിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അതായത് ഇതുപോലെ ഒരു കടായി വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ മീറ്റ് ബോൾസൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഈ മീറ്റ് ബോൾസ് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ് കേട്ടോ. നമ്മൾ എല്ലില്ലാത്ത ഭാഗം നോക്കിയിട്ട് കുറച്ച് മീറ്റ് എടുക്കണം. എന്നിട്ട് മിക്സിയിൽ കുറച്ച് കറക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, കോൺഫ്ലവർ, മുട്ട, ഓയിൽ, കുറച്ച് സോയ സോസ് ഇതെല്ലാം കൂടി കൂട്ടി നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഫ്രീസറിൽ ഒരു 1 hour വെക്കണം. എന്നിട്ട് വേണം കേട്ടോ ഇതിങ്ങനെ ഫ്രൈ ആക്കിയെടുക്കാൻ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ മീറ്റ് ബോൾസൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് കോരിയെടുക്കാം. ഇനിയിപ്പോൾ അതേ കടായി തന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി ഇതെല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ മുട്ട പുഴുങ്ങി വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മതി. ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ അതേ കടായി തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഒരു വലിയ കുടം എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചിയും അത് ചോപ്പറിൽ നല്ലപോലെ ചെറുതാക്കിയതാണ് കേട്ടോ. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൊരിഞ്ഞതിന് ശേഷം അതേ ചോപ്പറിൽ തന്നെ 2 വലിയ സവാള അതും ചോപ്പ് ചെയ്തെടുത്തതാണ് അതോട് ചേർത്തെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 2-3 പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തെടുക്കാം. 1/2 ടീസ്പൂൺ മസാല പൗഡർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നമുക്ക് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തെടുക്കാം. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. എരിവ് വേണ്ടവർക്ക് കുറച്ചുകൂടി കൂടുതലിടാം കേട്ടോ. അപ്പോൾ എനിക്കിത് മതി. കുരുമുളകിൻ്റെ മസാല പൗഡറിൻ്റെ ഒക്കെ നല്ല സ്പൈസ് ഉണ്ട് ഇതിൽ. അപ്പോൾ അതുകൊണ്ട് 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ ടീസ്പൂൺ തൈരാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ വേണ്ടത് ടൊമാറ്റോ പൂരിയാണ് കേട്ടോ. ഇപ്പോൾ തക്കാളി പുഴുങ്ങിയിട്ട് അത് മിക്സിയിൽ അരച്ചാലും മതി. ഇപ്പം ഞാൻ റെഡിമെയ്ഡായിട്ടാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു 1/2 കപ്പോളം ഉണ്ടായിരുന്നു. അപ്പോൾ അതോട് ചേർത്തെടുത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തെടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ ചാറൊന്ന് നല്ല തിളച്ച് കുറുകി വരുമ്പോഴത്തേനും നമ്മുടെ മീറ്റ് ബോൾസും മുട്ടയൊക്കെ ഇതിലിട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വറ്റി വരണം. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. കണ്ടോ ഇതിൻ്റെ ഗ്രേവിയുടെ തിക്നെസ് കണ്ടോ. ഇത് നമ്മുടെ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റായിട്ടൊന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്തൊരു വിഭവമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.